അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്നത് വൻ അഴിമതി. സ്വർണ്ണക്കട്ടികൾക്ക് പുറമെ 60 കിലോ വെള്ളിക്കട്ടികളും കാണാനില്ല. 1400ഓളം കോടിയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടാകാമെന്നാണ് നിഗമനം. ട്രസ്റ്റ് അംഗങ്ങളോടും ക്ഷേത്ര ജീവനക്കാരോടും അയോധ്യ വിട്ടു പോകരുതെന്ന് SIT നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രമക്കേടിൽ യോഗി ആദിത്യനാഥ് സർക്കാർ തന്നെ പ്രതിക്കൂട്ടിലാകുമ്പോൾ ശക്തമായ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ വൻ അഴിമതിയിൽ SIT അന്വേഷണം വേഗത്തിലാക്കി മുഖം രക്ഷിക്കാനുള്ള നടപടികളാണ് യോഗി ആദിത്യനാഥ് സർക്കാരിന്റേത്. ട്രസ്റ്റ് അംഗങ്ങളോടും ക്ഷേത്ര ജീവനക്കാരോടും അയോധ്യ വിട്ടു പോകരുതെന്ന് SIT നിർദ്ദേശം നൽകി. സംഭാവനകളുടെ രേഖകളെക്കുറിച്ചുള്ള ചോദ്യത്തിൽ ട്രസ്റ്റ് അംഗങ്ങളിൽ നിന്ന് തൃപ്തികരമായ ഉത്തരം കിട്ടാത്ത സാഹചര്യത്തിലാണ് അയോധ്യ വിട്ടു പോകരുതെന്ന നിർദ്ദേശം നൽകിയത്. ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിനായി ജ്വല്ലേഴ്സ് അസോസിയേഷൻ നിർമ്മിച്ച് സമർപ്പിച്ച 60 കിലോ വെള്ളിക്കട്ടികൾ രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഔദ്യോഗിക രേഖകളിൽ നിന്ന് പൂർണ്ണമായും കാണാതായി. വെള്ളിക്കട്ടികൾ ട്രസ്റ്റിന് കൈമാറിയതിന്റെ രസീത് അസോസിയേഷന്റെ പക്കലുണ്ടെങ്കിലും ഇവ എവിടെയെന്ന് ക്ഷേത്രരേഖകളിൽ പറയുന്നില്ല. രാമക്ഷേത്ര പ്രസ്ഥാനത്തിന്റെ കാലത്ത് സംഭാവനയായി ലഭിച്ച സ്വർണം, വെള്ളി, വജ്രം പതിപ്പിച്ച അഷ്ടധാതുക്കൾ കൊണ്ടുണ്ടാക്കിയ 1250 ഇഷ്ടികകൾ കാണാതായെന്നും പരാതിയുണ്ട്. ക്രമക്കേടുകൾ ഏറെയും നടന്നത് 2025 ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ കുംഭമേളക്കാലത്താകാമെന്നാണ് നിഗമനം. അന്ന് ക്ഷേത്രത്തിൽ വലിയ തിരക്കുണ്ടാവുകയും സംഭാവനകൾ കുമിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു. ഈ സമയത്തെ രേഖകളിലാണ് SIT ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം സംഭാവന ക്രമക്കേടിന് പുറമെ ഭൂമി വാങ്ങിയതിലും അഴിമതിയുണ്ടെന്ന പരാതിയും പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. യോഗി സർക്കാർ തന്നെ പ്രതിക്കൂട്ടിലായ കേസിൽ വലിയ വിമർശനമാണ് സമാജ്വാദി ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത്. അരവിന്ദ് കെജ്രിവാൾ വെള്ളിയാഴ്ച അയോധ്യയിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.